ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് ജേക്കബ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ ഓർത്തു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും തന്നെ മറുപടിയിൽ. പക്ഷേ അദ്ദേഹം കാലുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത്. സർ ഇവിടെ കാലുമാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമമുണ്ടാക്കിയ സംഭവം. സർ, കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു? അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കൂത്താട്ടുകുളത്ത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയമാണ് വൈസ് പ്രസിഡന്റ് ഉന്നയിച്ചത്. പ്രതിപക്ഷ മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? നിങ്ങളതാണ് ചെയ്തത്. രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവര് നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന്. വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോൾ പാർട്ടി ഇടപെട്ട് വിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം. മനസ്സിലായില്ലേ? ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലയ്ക്ക് അവർ വിൽക്കുകയാണ്. സർ, പാർട്ടി ഇടനിലക്കാരാ ബ്രോക്കർമാർ. എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയാം? ഇതിൻ്റെ 4 ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കുകയാണ്. ഇവരുടെ സ്ഥലം വേറെ ആളെ കൊണ്ട് വിൽപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട്. സാർ, സങ്കടം വന്നിട്ടാണ്, കടബാധ്യത വന്നിട്ടാണ്. ഒരുപാട് പരാതി അയച്ചു. അവർക്കൊരു പരാതിയുണ്ട്. ഇനി അവർ തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വന്നാണെന്നിരിക്കട്ടെ. നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയാലും ന്യായീകരിക്കാമോ? എന്താ അവരോട് ചെയ്തത്? ബഹുമാനപ്പെട്ട പിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് ദൃക്സാക്ഷിയാണ്. അവരുടെ വസ്ത്രാക്ഷേപം നടത്തി, അവരുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച്, അവരുടെ സാരി വലിച്ച് കീറി അവരെ കാറിലേക്ക്. നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് വിരോധമില്ല. അല്ല, അതിനെയൊക്കെ ഈ ചെയ്ത കാര്യം സാർ ഇത് അങ്ങ് സംസാരിച്ചോ സാർ, ഇത് വിഷ്വൽ മീഡിയയിലുള്ള കാര്യമാണ്. ഒരു സ്ത്രീയോട് ചെയ്ത കാര്യമാണ്. അല്ല, നിങ്ങളതിനെ ന്യായീകരിച്ചോ സാർ? എന്നിട്ട് അവരുടെ കാല് ഡോറിൽ കുടുങ്ങി. സാർ, ഇത് ശരിയാണ് സാർ? ഇതാണ് ശരിയാണ്. അവരുടെ കാല് കുടുങ്ങി. അപ്പൊ കാല് കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എൻ്റെ മകന്റെ പ്രായത്തേക്കാൾ കുറവുള്ള ഒരു പയ്യൻ പറഞ്ഞു ഞാനത് കാല് വെട്ടിയെടുത്ത് തരാമെന്ന് പറഞ്ഞു. സാർ, ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ പാർട്ടിയിലുള്ളത്. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് തട്ടിക്കൊണ്ടുപോയ ഈ കാർ ഓടിച്ചത്. സാർ, നിങ്ങളുടെ പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? ആണോ? ഇവരാണോ ക്രിമിനലുകളെ വളർത്തിയാണ് നിങ്ങൾ? അവരുടെ മകനേക്കാൾ പ്രായമുള്ളവൻ പറയാണ് നിന്റെ കാല് ഞാൻ വെട്ടിത്തരാന്ന്. ഒരു സ്ത്രീയോടാണ് പറയുന്നത്, എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട്. എന്തെല്ലാം സാറാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത്? എന്തെല്ലാം കാര്യങ്ങളാണ്? നിങ്ങളുടെ നീതിബോധം ഇതാണോ? അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ? നിങ്ങളുടെ പോലീസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. പോലീസ് എല്ലാ സഹായം ചെയ്തു കൊടുത്തു. സാർ, തട്ടിക്കൊണ്ടുപോകുന്ന ഈ കാറിൻ്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു. കാർ എടുക്കാൻ പറ്റണില്ല. പോലീസ് എന്താ ചെയ്തെന്നറിയോ? ആ ലോറി മാറ്റിക്കൊടുത്തു. ആ ലോറി DYFIയുടെ നേതൃത്വത്തിൽ ആ ലോറി മാറ്റിക്കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അവിടെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തോട്ടെ. അങ്ങ് സംസാരിച്ചോ? കൺക്ലൂഡ് ചെയ്യട്ടെ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. അങ്ങ് സംസാരിച്ചോ? പ്ലീസ് ഒന്ന് അവിടെ ഇരിക്കെ. അങ്ങ് സംസാരിച്ചോ?